കേരളത്തിലെ 4.5 കോടി ജനങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കട്ടെ, ആർക്കെന്ത് പോയി എന്നാണ്? കുറേ നാൾ കഴിഞ്ഞ് വല്ല ചരിത്ര ഗവേഷകന്മാരോ അല്ലെങ്കിൽ ഒരു പുരാവസ്തുക്കാരോ വന്നിട്ട് നോക്കും, ജീവിക്കാൻ പറ്റൂലാത്ത കേരളം സർവ്വസമ്പന്നമാണ്. റിസോഴ്സസിൻ്റെ കാര്യത്തിൽ, പ്രകൃതിയുടെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാം സർവ്വസമ്പന്നമായ ഒരു പ്രദേശം. മനുഷ്യനോ പക്ഷികൾക്കോ ജീവികൾക്കോ ജീവിക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്ന് അധികം നാൾ, ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് അന്വേഷിക്കും ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ മതി ഇത് മണ്ണിൽ പുല്ല് പോലും മുളയ്ക്കാതെ ഈ നാട് നശിക്കാൻ, തകർന്നാൽ മതി. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു കൺസ്ട്രക്ഷനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു കർവ് ഡാം അല്ലെങ്കിൽ ബെൻ ഡാമിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ഈ പറഞ്ഞ ഇഷ്യൂസ്, അതായത് ഇടയ്ക്ക് അതിൽ വിള്ളലോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു സ്ട്രെങ്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം വന്നപ്പോൾ നമ്മുടെ അധികൃതർ ഇടപെട്ട് അതിലൊരു സ്ട്രെങ്തനിങ് നടത്തി എന്ന് പറയപ്പെടുന്നു. അതായത് കേബിൾ ആങ്കറിങ് അല്ലെങ്കിൽ എക്സ്ട്രാ കോൺക്രീറ്റിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഗാലറീസ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ എത്രത്തോളം ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് സർ വിശ്വസിക്കുന്നത്? അതല്ലേ മാനിപ്പുലേഷൻസ് ഞാൻ പറഞ്ഞത്, അതിലൊക്കെ മാനിപ്പുലേഷൻസ് ഉണ്ട്. അത്